ഹായ് ഗായ്സ്, കൺഫ്യൂഷൻ ഷേപ്സ് ആട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പടുതാക്കുളത്തിൻ്റെ സെറ്റിങ്സിന് വേണ്ടി നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി നമ്മൾ അനാബസിൻ്റെ ടാങ്ക് മാറ്റണം. തൊട്ട് ഇപ്പുറത്തിരിക്കുന്ന ഫ്രിഡ്ജ് ബോക്സ് നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോയിൽ കണ്ട് പരിചയം ഉണ്ടാവും, നമ്മുടെ വാഹയുടെ ഫ്രിഡ്ജ് ബോക്സാണ്. അപ്പോൾ ആ ഫ്രിഡ്ജ് ബോക്സിൽ വാഹയുടെ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പോയി, വാഹയും ഒരു ദിവസം ഡെഡായി പോയി. എൻ്റെ അനാസ്ഥ തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ അനാബസിൻ്റെ ടാങ്ക് കേട്ടോ ഗൈസ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല വലിയ ചിമിട്ടൻ അനാബസ് കൂട്ടന്മാരാണ് ഇതിൽ കിടക്കണത്. നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി കൊണ്ടിട്ടിരിക്കണം. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് പുറത്തെടുത്തിട്ടാണ് നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കാറുള്ളത്. നാച്ചുറൽ പോണ്ടിൽ ഒരു ഇഞ്ച് സൈസ് ഉള്ളപ്പോൾ കുഞ്ഞിനെ നമ്മൾ വാങ്ങിച്ച് ഐറ്റങ്ങളെ നമ്മൾ വലുതാക്കി തീറ്റയൊക്കെ കൊടുത്ത് വലുതാക്കി എടുത്താൽ നമ്മുടെ ഫാമിൽ തന്നെ കിടന്ന് വലുതായ മുതലാണ് ഇത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വലയും കാര്യങ്ങളൊക്കെ കഴിച്ച് മാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മെല്ലേനെ നമുക്ക് ഇവരുടെ ഉള്ളിലെ വിഷ്വൽസ് കാണാം. ചെറുതായിട്ടൊന്ന് കാട്ടിയിട്ടുള്ളൂ. ഞാൻ ടാപ്പ് ഇച്ചിരി മുറുക്കൊക്കെ ഇട്ട് നല്ല പഴക്കമുള്ള മുതലാണ് ഈ ടാങ്ക് എന്ന് പറയാം. കണ്ടറിയാം പൊളിഞ്ഞിരിക്കണ ഒരു പന്നാസ് സാധനം അതിലാണ് കിടക്കണവന്മാർ. ചാടിപ്പോയിട്ട് നേരെ അടിച്ചു പൊളിച്ചിട്ടുള്ളതുകൊണ്ട് ഭാഗ്യം. പിന്നെ നമുക്ക് മെല്ലേനെ ഈ ടാപ്പ് ഒന്ന് തുറന്ന് വെള്ളം മെല്ലേനെ കളയാം. നമ്മൾ ഇതിൽ അലിഗേറ്റർ കാറിന് ഇടാത്തത് വേറെ ഒന്നുമില്ല കേട്ടോ ഗൈസ്. നമ്മുടെ ഈ ചെക്കൻ ചാടിക്കയറി മാന്തി പൊളിക്കും വേണമെങ്കിൽ ഇത് അനാബസായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവൻ രാജാവാണ്, അതായത് രാജാവ് എന്നാണ് എൻ്റെ പേര്. നമ്മുടെ പെറ്റാണ്. ഇത് കണ്ട ഗൈസ്, നമ്മൾ വെള്ളം മെല്ലേനെ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലിയർ വെള്ളം കണ്ട ക്ലിയറാണെന്ന് തോന്നും, പക്ഷേ കുറച്ച് കലക്ക വരും. കലക്ക് വന്നാൽ പിന്നെ അറിയേണ്ട കാര്യമില്ല, നല്ല മണം ഉണ്ടാവും. പിന്നെ ഇതേ നമ്മുടെ അനാബസൂട്ടന്മാരൊക്കെ അവിടെ കിടന്നിട്ട് ഇങ്ങനെ തുള്ളി കളിക്കുന്നുണ്ട് കേട്ടോ. ആ ഹോളിക്കോടൊപ്പം വരാനുള്ള തടി അവർക്ക് ഇല്ലാത്തതുകൊണ്ട് അവർ ചാടിപ്പോരണില്ല. ചെറുപ്പത്തിൽ കുറേ ചാടിപ്പോന്നാണ് ഇതിൽ നിന്ന്. പിന്നെ നാച്ചുറൽ പോണ്ടിലൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണ്ട ഗൈസ്. ഇവിടെയാണ് നമ്മുടെ മീനിൻ്റെ സെറ്റപ്പ്. ഇതിലായി നമ്മുടെ വാഹപുരിയായിട്ടിട്ട് ഇപ്പം അനാബസിൻ്റെ കുറേ കുട്ടികൾ കിടപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ആ ടാങ്കിൽ കിടക്കുന്നത് നമ്മുടെ കാര്യമാണ്. ഇനി നമുക്ക് ഉമ്മരെ നൈസായിട്ട് പിടിക്കാം. ഉമ്മരെ വിശേഷങ്ങളാണ് ഇനി ഞാൻ ഇപ്പോൾ പറയാൻ പോണത്. കണ്ട ഗൈസ്, അതിൻ്റെ ഇടയിൽ വെള്ളം തെറിപ്പിച്ച് ഒരു പെണ്ണനാബസാണ്. നമ്മൾ ഫസ്റ്റ് കോരലിൽ തന്നെ നമ്മുടെ വലയിൽ കയറി ചാടിയിരിക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ള ചാടാൻ നോക്കി വളരെ നൈസായിട്ട് നമ്മൾ പൊക്കിയിട്ടുണ്ട്. ഏതാണ്ട് എൻ്റെ ഒരു കൈപ്പത്തി ആ ഒരു സൈസിലാണ് ഇവരുടെ വളർച്ച. അത്യാവശ്യം ഒരു 250-500 ഗ്രാം എബവ് ഉണ്ട് ഓരോരുത്തരായിട്ട്. അപ്പം അതിൽ ഒരുത്തിനെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കണ്ട ചെളിയും കാര്യങ്ങളൊക്കെയാണ് മാക്സിമം ആ ടാങ്കിൽ കയറിയിരിക്കുന്നത്. അത് ആ താമരയ്ക്ക് വേണ്ടി ആ പോട്ട് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ രണ്ടാമത്തോളം പിടിച്ചിട്ടുണ്ട്. അതും ഒരു പെണ്ണ് തന്നെയാണ്. ആമ്പിള്ളേരൊക്കെ ഇച്ചിരി പണിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇങ്ങനെ കോരി നല്ല ചാട്ടമാണ്. പൂമീനെ വലിയിട്ട അവസ്ഥയാണ്. ചാടി കിടക്കണ്. അങ്ങനെ പൊക്കി ഒരുവിധം അത്യാവശ്യത്തിന് പിടിച്ചെടുത്തിട്ടുണ്ട്. 5-6 പ്രാവശ്യമായിട്ടാണ് നമുക്ക് ഓരോരുത്തരും പൊക്കിയെടുക്കുന്നുണ്ട് ഗൈസ്. അതൊക്കെ കാട്ടിയ വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ട വെച്ചിട്ടാണ്. പിന്നെ ഗൈസ് നമ്മൾ ഇനി മെല്ലേനെ പിടിച്ച് ഇതിലേക്ക് ഇടണ്ട, നമ്മുടെ ബക്കറ്റിലേക്ക് ഇടണ്ട. അപ്പോൾ കണ്ടോ ഗൈസ്, നമ്മൾ മെല്ലേനെ വരാണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഓരോരുത്തരായിട്ട് പിടിച്ചിടണം. ഇത് കണ്ട നമ്മുടെ കുഞ്ഞു മീനുകളുണ്ട്. ഒരു ഫസ്റ്റ് തന്നെ ഒരു ജൂൺ മാസത്തിൽ കൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താണ് തിന്നോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ ആൾക്കാർക്ക് അത് വേണ്ടാണ്ടായി. ലാസ്റ്റായിപ്പോൾ അതവിടെ കുറേ കിടന്ന് പെറ്റേരിക്കേണ്ട അവസ്ഥയായിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ അത് വേണ്ട ഇവിടെ ഇച്ചിരി ബ്രീഡിങ് ടൈം ആണെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ മാറ്റിയിട്ടിട്ട് കുറച്ച് എയറേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇനി ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പിടിച്ചൊന്ന് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. വേണ്ട എല്ലാവരും പിടിച്ചൊരു ഇതായിട്ടുണ്ട്. ഇനി നമ്മുടെ ടാങ്ക് ഒന്ന് വെള്ളം നിറയ്ക്കുകയാണ്. പോട്ട് വെച്ചിട്ട് വേറെ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ അധികമായിട്ട്. അവർക്ക് ചെളി എന്ന് പറഞ്ഞാൽ അവരുടെ അറ്റ്മോസ്ഫിയറിൽ ബന്ധപ്പെട്ടൊരു സാധനം തന്നെ ചെളി അവർക്ക് വേണം. അങ്ങനെ വെള്ളം ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. വെള്ളം ഒരു എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ട കുറച്ച് അസോളൊക്കെ ഇട്ട് വെറുതെ ഇട്ട് കൊടുത്തിരിക്കണതാണ്. പിന്നെ നമ്മുടെ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അത് മെല്ലേനെ തുറന്നിട്ട് അതിൽ അവന്മാരെ നമുക്ക് മെല്ലേനെ പൊക്കിയെടുക്കണം. അപ്പം അനാബസ് കുട്ടന്മാരും കുട്ടികളും അങ്ങനെ തുള്ളിച്ചാടി കിടക്കുന്നുണ്ട്. ഇനി അവരെ മെല്ലേനെ കൈയിട്ട് പിടിക്കണം. കൈമൊക്കെ നന്നായിട്ട് മുള്ളു കൊള്ളണ കേസാണോ ഗൈസ്. പിടിക്കേണ്ട വിട്ട് പിടിച്ചില്ലെങ്കിൽ കൈമൊക്കെ നല്ല മുറി കിട്ടും. ഇതൊരു പെണ്ണാണ്, ഇവിടെ ഫസ്റ്റ് പിടിച്ചാന്ന് തോന്നുന്നുണ്ട്. ഇച്ചിരി ഇതാണ്. അപ്പോൾ ആളെ നമ്മൾ മെല്ലേനെ ഇറക്കിയിട്ടുണ്ട്. ആൾ ഓടിയൊരു പോക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് കണ്ട, ഇനി ഇതിലേറ്റവും വലുതിനെ നമ്മൾ പിടിക്കാൻ പോകണം. ഇത്രയും കാലം കൊണ്ടിട്ടതിൽ ഇപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിലുള്ള വലുതാണ്. ഒരു ആൺമത്സ്യമാണ്. ആളെ ഒരുവിധം അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. അപ്പോൾ ആളെയും നമ്മൾ മെല്ലേനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ മെല്ലേനെ വെച്ച് കണ്ട ഗൈസ്, ഇതിനും വലുതുണ്ടായിരുന്നു. കണ്ട കൂളായിട്ട് ഒരു ലുക്കൊക്കെ തന്ന് ഒരു പോക്കാ പോയി. ഈ ബാക്കിയുള്ളവരെ നമ്മൾ ഇങ്ങനെ കമ്പിയും പിടിച്ചിടാൻ നോക്കി, നടന്നില്ല. ലാസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ കൊട്ടാനുള്ള തീരുമാനമായിരുന്നു. നമ്മൾ മെല്ലേനെ എടുത്തിട്ട് വെള്ളത്തേക്ക് ഇങ്ങനെ ഒഴിച്ച് റിലീസ് ചെയ്തിട്ടുണ്ട്. pH ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ട്. എന്നാലും നമ്മൾ കല്ലുപ്പിടാൻ നമ്മൾ നോക്കിയിട്ടുള്ള അത് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. ബക്കറ്റ് കാലി ടാങ്കും സെറ്റ്. ഇനി ടാങ്കിലാണെങ്കിൽ ദേവന്മാരിങ്ങനെ ഓടി അടക്കണ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ചിലവരിങ്ങനെ നടക്കണ്ടാവും. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴാണ് ഇവർക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് നീർക്കിട്ട് 5-6 പ്രാവശ്യം കുടിച്ച്
ഇനി ഫുഡിനുള്ള പരിപാടിയും ഫുഡിൻ്റെ വീഡിയോ നമുക്ക് പിന്നിടാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ഫ്രം കൺഫ്യൂസ്ഡ് ഫിഷ് വൈബ്സ്.